അജ്മഈൻ. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സന്നിഹിതനായിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആദരണീയനായ ദേശീയ ജനറൽ സെക്രട്ടറി സഹോദരൻ മുഹമ്മദ് അലി ജിന്ന, ദേശീയ സമിതി അംഗങ്ങളായ കരമന അഷ്റഫ് മൗലവി, എം അബ്ദുസ്സമദ്, AS ഇസ്മായിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഹോദരൻ K മുഹമ്മദ് അലി, സംസ്ഥാന ട്രഷറർ CP മുഹമ്മദ് ബഷീർ, സഹപ്രവർത്തകരായ സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റുമാർ, ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാനെത്തിയിരിക്കുന്ന ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ മുഹമ്മദ് ഈസ മൗലവി, ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CA റൌഫ്, NWF സംസ്ഥാന അധ്യക്ഷ PK റംല, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹ ആദരണീയരായ പൊതുജനങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫെബ്രുവരി 17 ഈ സായാഹ്നത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ നവസാമൂഹിക പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക ദിനം ആഘോഷിക്കാൻ ചരിത്രപ്രസിദ്ധമായ പാലക്കാട് കോട്ടമൈതാനത്ത് സംഗമിച്ചിരിക്കുന്ന ഈ ജനമഹാസമുദ്രം ഒരു മഹാസന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുന്നത്. ഇത്തരമൊരു സംഗമത്തിന് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്ത ഇത്തരമൊരു സംഗമം വളരെ ഭംഗിയോടെയും ചിട്ടയോടെയും വ്യവസ്ഥാപിതമായും സംഘടിപ്പിക്കുവാൻ അനുഗ്രഹം ചെയ്ത സർവനാഥനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇവിടെ ഈ ജനമഹാസമുദ്രം തടിച്ചുകൂടിയിരിക്കുന്ന അതേ സമയത്തു തന്നെ തെക്കൻ കേരളത്തിലെ കൊല്ലം പട്ടണത്തിലെ ചരിത്രപ്രസിദ്ധമായ ആശ്രാമം മൈതാനത്തും ഇതുപോലെ ഒരു വൻ ജനാവലി ഒത്തുകൂടിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഡേ ആഘോഷിക്കുവാൻ. രാജ്യമെമ്പാടും പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇന്ന് പതാക ഉയർത്തിക്കൊണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും മധുരപലഹാര വിതരണം നടത്തിക്കൊണ്ടും സാമൂഹിക സേവന പ്രവർത്തന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടും പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാർ. ജനാധിപത്യത്തിനായി ഒത്തൊരുമിച്ച് എന്ന മുദ്രാവാക്യമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ദിനത്തിൽ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള മുഖ്യ പ്രമേയം. ഈ പ്രമേയം സ്വയം വിശദീകരിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രമേയവും ഇവിടെ നടന്ന വളണ്ടിയർ മാർച്ചും യൂണിറ്റി മാർച്ചും അതോടൊപ്പം തന്നെ ഈ യൂണിറ്റി മാർച്ചിന് പിന്നിൽ അണിനിരന്ന ആയിരങ്ങളുടെ അച്ചടക്കത്തോടെയുള്ള മഹാപ്രകടനവും ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഒരു പ്രതീകാത്മക പ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടുവല്ലോ, താളം പിഴയ്ക്കാതെ, ചുവടുകൾ പതറാതെ, അചഞ്ചലമായി ധീരമായി ചുവടുകൾ വെച്ചുകൊണ്ട് പാലക്കാട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച, പാലക്കാട് നഗരിയെ ആവേശത്തിൽ ആറാടിച്ച ഒരു വളണ്ടിയർ മാർച്ച്, യൂണിഫോം അണിഞ്ഞ വളണ്ടിയർമാരുടെ 33 പേർ വീതമുള്ള 33 ബാച്ചുകൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഈ സമ്മേളന നഗരിയിൽ സമാപിച്ചപ്പോൾ അതിന് പിന്നാലെ നമ്മുടെ കുഞ്ഞനിയന്മാർ ഈ മഹാറാലിക്ക് ശോഭ നൽകിക്കൊണ്ട് അവരുടെ സ്കേറ്റ് അഭ്യാസ പ്രകടനങ്ങളുമായി ആ വളണ്ടിയർ മാർച്ചിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നിൽ അണിനിരുന്ന മഹാജനങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്, ഈ രാജ്യത്തിന്റെ പ്രത്യാശയാണ്. അത് നൽകുന്ന ഏറ്റവും പ്രഥമമായ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഏത് വർഗീയ വൈതാളികന്മാർ വിചാരിച്ചാലും, ഏത് ഫാഷിസ്റ്റ് കോമരങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാലും
ഏത് ഏകാധിപതികൾ ഈ നാടിന്റെ സ്വസ്ഥതയും സ്വച്ഛതയും തകർക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഈ രാജ്യത്തിന്റെ ധീര ദേശാഭിമാനികളായ ധീര രക്തസാക്ഷികളായ രാഷ്ട്രശില്പികൾ ഏതൊരു മൂല്യത്തിന് വേണ്ടിയാണോ, ഏതെല്ലാം ആദർശങ്ങൾക്ക് വേണ്ടിയാണോ തങ്ങളുടെ രക്തസാക്ഷിത്വം വരിച്ചത്, ആ മഹത്തായ ആദർശങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറാണ് എന്ന ഉറച്ച പ്രതിജ്ഞയുമായി ഈ മഹാസംഗമത്തിൽ ഒത്തുചേർന്ന 10,000 നൽകുന്ന സന്ദേശം, മുന്നറിയിപ്പ്, താക്കീത് ഒരു ഫാഷിസ്റ്റ് ശക്തിക്കും 1000 നരേന്ദ്രമോദിമാർ ഒരുമിച്ച് വന്നാലും, 1000 വൈതാളികന്മാർ വർഗീയ കോമരങ്ങൾ ഒരുമിച്ച് വന്നാലും അവർക്ക് ഈ നാടിന്റെ ഐക്യത്തിന്റെ, സൗഭ്രാത്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സാമൂഹിക നീതിയുടെ, അതുപോലെ തന്നെ നിയമവ്യവസ്ഥയുടെ ഒരു ശില പോലും ഇളക്കാൻ ഈ രാജ്യത്ത് ഞങ്ങളുടെ ജീവനിലുള്ളിടത്തോളം കാലം അനുവദിക്കുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ റാലിയിലൂടെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താക്കീത്, ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ ചരിത്രപ്രസിദ്ധമായ കോട്ടമൈതാനത്ത് ചരിത്രം ജനിക്കുകയല്ല, ചരിത്രം പിറക്കുകയല്ല, ചരിത്രം ആവർത്തിക്കുകയാണ്. ഈ കോട്ടമൈതാനത്തിന് തൊട്ടു ചാരത്ത് ടിപ്പു സുൽത്താന്റെ, മഹാനായ ടിപ്പു സുൽത്താന്റെ വെള്ള സാമ്രാജ്യത്തെ, വെള്ളപ്പട്ടാളത്തെ കിടുകിട വിറപ്പിച്ച വെള്ളപ്പട്ടാളത്തോട് സ്വന്തം ജീവരക്തം നൽകി പടർക്കളത്തിൽ പൊരുതി വീണ് രക്തസാക്ഷിയായ ഷഹീദ് ടിപ്പു സുൽത്താന്റെ സ്മരണ കൊണ്ട്, പാദസ്പർശം കൊണ്ട് ധന്യമായ, അനുഗ്രഹീതമായ ഈ കോട്ടമൈതാനം മറ്റൊരു ചരിത്രത്തിന്റെ പുനരാവർത്തനമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ പാലക്കാട് നഗരം അല്ലെങ്കിൽ പാലക്കാട് ജില്ല കേരളത്തില് വൈദേശിക മേധാവിത്വത്തിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ, പറങ്കികൾക്കെതിരെ ധീരധീരം പോരാടിയ ഒരു ജനതയുടെ ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ആ ചരിത്ര സ്മരണകൾ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലക്കാട് ജില്ല. ഇതിന്റെ സമ്മേളനത്തിന്റെ ഈ ക്യാമ്പയിന്റെ സമാപന സമ്മേളന നഗരിയായി പാലക്കാട് തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ സമരത്തിന്റെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ, ഐതിഹാസികമായ ഏടുകളടങ്ങുന്ന മലബാർ പോരാട്ടത്തിന്റെ വള്ളുവനാടൻ പ്രദേശങ്ങൾ, ആ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ ഒരുപാട് ദേശങ്ങൾ ഈ പാലക്കാട് ജില്ലയിലുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇത് നമുക്ക് നൽകുന്നത് നീണ്ടുനിന്ന ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ഒരു പുനരാവർത്തനമാണ്, അതിന്റെ ഓർമ്മ പുതുക്കലാണ്. ആ ഓർമ്മ പുതുക്കലിൽ നിന്ന് പുതിയ കുതിപ്പിനും പുതിയ പോരാട്ടത്തിനും മുന്നോട്ടുള്ള അപ്രതിരോധ്യമായ പ്രവാഹത്തിനുമുള്ള ഒരു ആവേശോജ്വലമായ കുതിപ്പാണ് ഈ കോട്ടമൈതാനിയിൽ ഇന്ന് ചേരുന്ന ഈ മഹാസമ്മേളനം എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ സ്ഥാപക ദിനത്തില് ജനാധിപത്യത്തിനായി ഒത്തൊരുമിച്ച് എന്ന ഒരു പ്രമേയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അത് വളരെ വ്യക്തമായ അർത്ഥധ്വനികൾ ഉള്ളതാണ്. കാരണം നമ്മുടെ ജനാധിപത്യം അത് വളരെ മഹത്തായതാണ്. 1940-50കളിലെയും 50കളിലെയും ആ ദശകങ്ങളിലാണ് ലോകത്ത് പല രാജ്യങ്ങളോടൊപ്പം വൈദേശിക മേധാവിത്വത്തിൽ അമർന്നിരുന്ന പല രാജ്യങ്ങളോടുമൊപ്പം ഇന്ത്യയും സ്വതന്ത്രമായത്. എന്നാൽ ഇന്ത്യയോടൊപ്പം കോളനി വാഴ്ചയിൽ നിന്ന് മോചിതമായ രാജ്യങ്ങളിൽ പലതും പട്ടാള ബൂട്ടുകളുടെയും അതുപോലെ തന്നെ ഏകാധിപത്യത്തിന്റെയും അതുമല്ലെങ്കിൽ കുടുംബവാഴ്ചയുടെയും പാതയിലേക്ക് വഴിമാറി സഞ്ചരിച്ചപ്പോ ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകം നെഞ്ചേറ്റിക്കൊണ്ട്, ജനാധിപത്യത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഭരണഘടന വിഭാവന ചെയ്യുന്ന രാഷ്ട്രമൂല്യങ്ങൾ പരിരക്ഷിക്കുമെന്ന് ഉറക്കെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയുടെ കരാള ദിനങ്ങൾ പോലും അതിജീവിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനാധിപത്യം കരുത്തുറ്റതാണെന്ന് തെളിയിച്ച ഒരു ജനതയാണ് ഇന്ത്യൻ ജനത. അതിന്റെ ആവർത്തനമാണ് ഏറ്റവും ഒടുവിലെ ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പിന്തുണയോടുകൂടി, മാധ്യമങ്ങളുടെ കൊട്ടിഘോഷങ്ങളോടുകൂടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയും തുടർന്നുള്ള പല തിരഞ്ഞെടുപ്പുകളിലും മോഡിയുടെയും അമിത്ഷായുടെയും വർഗീയ തന്ത്രങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ഫലം കാണുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില്
BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ വേരുകൾ പിഴുതെടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു പുതിയ ജനകീയ മുന്നേറ്റം സാധ്യമായിരിക്കുകയാണ്. അതിന്റെ ഭാവിയെ കുറിച്ചൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതെന്തുമാവട്ടെ, പക്ഷെ അത് നൽകുന്ന ഒരു സൂചനയുണ്ട്, അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഈ രാജ്യത്തെ ഫാഷിസത്തെയും ജനവിരുദ്ധ നയങ്ങളെയും ചെറുക്കാനും ചോദ്യം ചെയ്യാനും ശക്തമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രം നിലകൊള്ളുന്നത് ചില അടിസ്ഥാന മൂല്യങ്ങളുടെ പുറത്താണ്. അതിലൊന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ്, പൗരാവകാശമാണ്, ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശങ്ങളാണ്, നിയമത്തിന് മുന്നിലെ തുല്യതയാണ്, സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്, ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 7 മാസങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ നരേന്ദ്രമോദി സർക്കാർ ആർക്കു വേണ്ടിയാണ് ഇന്ന് രാജ്യഭരണം കൈയാളുന്നത് എന്ന് നമുക്കിന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റ് കുത്തകകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ, രാജ്യത്തെ വിദേശ കുത്തകൾക്ക് സ്വച്ഛന്തം വിഹരിക്കാൻ വേണ്ടി രാജ്യത്ത് മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് മോഡി സർക്കാർ. BJP അധികാരത്തിലെത്താൻ പണച്ചാക്കുകൾ നാട്ടിലേക്ക് ഒഴുക്കിയ കുത്തകകളോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളായിരുന്നു മോഡി അധികാരമേറ്റ 1-ാം തീയതി മുതൽ ഇന്നോളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണ നടപടികൾ എന്ന് നമുക്കറിയാം. ജനങ്ങളെ മറന്നുകൊണ്ട്, ജനങ്ങളുടെ താല്പര്യങ്ങളെ മറന്നുകൊണ്ട്, ജനങ്ങളുടെ അവകാശങ്ങളെ മറന്നുകൊണ്ട്, ജനങ്ങളുടെ അഭിലാഷങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെ സേവിക്കുന്ന നമ്പർ 1 കോർപ്പറേറ്റ് ദാസനായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാഗ്ദാനങ്ങൾ ജലരേഖകളായി മാറി. ആഘോഷങ്ങൾ വികാസ് പുരുഷനെന്നും അതുപോലെ തന്നെ ലോഹപുരുഷനെന്നും അതുപോലെ തന്നെ പല രീതിയിലുമുള്ള മാന്ത്രിക മുദ്രാവാക്യങ്ങളും മോഹന മുദ്രാവാക്യങ്ങളുമായി നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരാരോഹണം ഏറ്റെടുത്ത മോഡി ഇന്ന് ദുർദിനങ്ങളാണ് നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേടിയുടെ, ഭീതിയുടെ, വർഗീയതയുടെ, വിഭാഗീയതയുടെ, വിധ്വംസക പ്രവർത്തനങ്ങളുടെ, കലാപങ്ങളുടെ, ജനവിരുദ്ധ നയങ്ങളുടെ ഒക്കെ ദുർദിനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖകരമായ, ഈ ഭീതിതമായ, ഈ ഭീഷണമായ അവസ്ഥയെ മറികടക്കേണ്ടതുണ്ട്. അതിന് ഈ രാജ്യത്തെ പൗരന്മാർ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ഈ നാടിന്റെ നാടിമിടിപ്പറിയുന്ന ആളുകൾ, നവസാമൂഹിക പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ സ്വതന്ത്ര ജനകീയ കൂട്ടായ്മകൾ, ബദൽ ജനകീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ജനാധിപത്യത്തിന്റെ ഭാവിയിൽ ഉൾക്കൊണ്ടയുള്ള, അതുപോലെ തന്നെ മതനിരപേക്ഷത ഈ നാട്ടിൽ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും വ്യക്തികളും കൂട്ടായ്മകളും സംഘങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ വിനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ ആപത്തുകളിലേക്ക് അടിക്കടി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരതയ്ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, ഫാഷിസത്തിനെതിരെ, ജനവിരുദ്ധ ഭരണത്തിനെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ ഒരു മഹാപ്രവാഹം തീർക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മൗനം വലിച്ചെറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇതിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ കാഹളം ഉയർത്തി നമ്മൾ മുന്നോട്ട് വരാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ആശയം, നമ്മുടെ മഹത്തായ ഭരണഘടന, ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കൂ, അത് ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രാജ്യത്തെ പൗരന്മാരെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്, അവർക്ക് അത്തരത്തിലുള്ള ഒരു അവബോധം പകർന്നു നൽകിക്കൊണ്ടാണ്, ജനങ്ങളെ ഒന്നായി സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കിരാത ഭരണത്തിനെതിരെ, വർഗീയതയുടെ ദുർഭൂതങ്ങൾക്കെതിരെ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഫാഷിസത്തെ ഭയപ്പെടരുത്, ഫാഷിസത്തെ ഭയക്കരുത്. മറിച്ച് ഫാഷിസം കൂടുകൂട്ടുന്നത് മറവിയിലും മൗനത്തിലുമാണ്. ഈ മറവിയും മൗനവും വലിച്ചെറിഞ്ഞുകൊണ്ട് ഓർമ്മയുടെ പ്രതിരോധം തീർക്കാനും, അതുപോലെ തന്നെ പ്രതികരണത്തിന്റെ, പ്രതിഷേധത്തിന്റെ, വിയോജിപ്പിന്റെ, ചെറുത്തുനിൽപ്പിന്റെ ഒരു മഹാപ്രവാഹം തീർക്കാനും എന്ന് ഇന്ത്യൻ ജനത ശക്തമായി മുന്നോട്ട് വരുന്നുവോ അന്നു മാത്രമേ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ ഭരണ കൂടങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ മാളങ്ങളിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനകീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്വമാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക ദിനത്തിൽ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമ്മള് ഈ സായാഹ്നത്തില് ഈ പരിപാടി ഇവിടെ സമാപിക്കുമ്പോ ഒരു പുതിയ പ്രതിജ്ഞയുമായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുക. ഇന്ത്യയുടെ മണ്ണിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നിലനിൽപ്പുണ്ട് എന്നും ഭാവിയുണ്ട് എന്നും വർഗീയതയും ഫാഷിസവും ഈ മണ്ണിൽ നിന്നും തൂത്തെറിയപ്പെടേണ്ടതാണെന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പറയുമ്പോ RSSലോ BJPയിലോ സംഘപരിവാരത്തിലോ ശിവസേനയിലോ ഹിന്ദു മഹാസഭയിലോ മാത്രം പരിമിതമാണ് ഈ വർഗീയ പൊതുബോധമെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നമ്മള് ഉത്തര കേരളത്തിന്റെ നാദാപുരം മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന, കരളരിപ്പിക്കുന്ന, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന, നമ്മുടെ ഹൃദയം മരവിപ്പിക്കുന്ന വർഗീയ തേരോട്ടത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ നമുക്കവിടെ കാണാൻ കഴിയും. അവർ RSS എന്നോ CPM എന്നോ പേരെന്ത് തന്നെ വിളിച്ചാലും ഒരു വർഗീയ പൊതുമനസ് കേരളത്തിന്റെ താരതമ്യേന നവോത്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന, സമാധാനത്തിന്റെ പച്ചത്തുരുത്ത് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വർഗീയ പൊതുമനസ് സൃഷ്ടിക്കുന്നതില് CPM അടക്കമുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. അവരാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ നിർണയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈ സായം സന്ധ്യയിലെയും മഹാ ജനസമുദ്രത്തെ സാക്ഷി നിർത്തി അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതിന്റെ മുന്നണിയിൽ നിൽക്കാനും പോപ്പുലർ ഫ്രണ്ട് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതുതരം ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനും ഈ രാജ്യത്തിന്റെ ഭരണഘടന പരിപാലിക്കുവാനുമുള്ള ഒരു ആർജവവും ദാർഢ്യവും ഐക്യദാർഢ്യവും ഞങ്ങൾക്കുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനമഹാസമുദ്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സംഗമത്തിന്റെ സന്ദേശം നമ്മുടെ മുഴുവൻ നാടുകളിലേക്കും വ്യാപിപ്പിക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി